പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല കോടമഞ്ഞുള്ള വളരെ നാച്ചുറലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ്. ഒരു ലേക്കാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ ലേക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. ഇവിടെ ധാരാളം കയാക്കിങ്ങിനുള്ള ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തിരക്കായ ജീവിതത്തിൽ കുറച്ച് നേരം ഈ പ്രകൃതിയുമായിട്ട് ലയിച്ച് നമ്മളുടെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സെല്ലാം മാറ്റി വെച്ച് നമ്മളൊന്ന് കൂളാവുക, മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ നമ്മളൊരു മെക്കാനിക്കൽ ലൈഫ് തന്നെയാണ്, നമ്മളൊരു ഓട്ടമാണ്, എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒട്ടേറെ ഉത്കണ്ഠകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടണമെങ്കിലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മൾ ഈ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഒരു തിരിച്ചറിവ് വരുന്നത് നമ്മൾ എത്രമാത്രം സ്പീഡിലാണ് നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ ഒരു നിമിഷം പോലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനോ നമ്മളെ ഒന്ന് ലുക്ക് ആഫ്റ്റർ ചെയ്യാനോ നമ്മൾ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധങ്ങൾ പലപ്പോഴും ആ സമയത്തായിരിക്കും വേട്ടയാടുന്നത്. അപ്പം നമ്മൾ ഈ കിട്ടുന്ന സമയം കൂടി വന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് നേരം ധ്യാനിക്കുക. അതായത് കുറച്ച് നേരം നമുക്ക് ഏകാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമുക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ബ്രെയിൻ ഏതാണ്ട് 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥയായിരിക്കും. കാരണം പലപ്പോഴും പല ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ ചിന്തകളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം ഇതെല്ലാം വിട്ട് കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേതായ കുറച്ച് സമയം, ഒരുപക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രകൾക്ക് ഒരു ഊർജ്ജം പകരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.